ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ക്രിപ്റ്റോ മാർക്കറ്റ് അനാലിസിസ് ആണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാർക്കറ്റ് കണ്ടീഷനിൽ ആൾട്ട് കോയിൻസ് ബൈ ചെയ്യാമോ എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നിങ്ങൾ ഇനി ബൈ ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിസ്ക് എന്ന് പറയുന്നത് 100 to 150% വരെ നിങ്ങളുടെ റിസ്ക് ആണ്. റിവാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 300% വരെ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല പ്രോജക്റ്റും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിറ്റ്കോയിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ഏകദേശം ഒരു 83,000 USD, ഒരു 88,000 USD റേഞ്ചിലാണ് നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് കണ്ടീഷൻ നിൽക്കുന്നത്. എന്നാൽ ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിൽ പോയിട്ട് ഏകദേശം 3,160 USD പോയിട്ട് 2 ദിവസമായിട്ടുള്ള ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഏകദേശം ഒരു 150 USDയുടെ ഡൗൺ എന്ന രീതിയിലോട്ട് മാർക്കറ്റ് ട്രെൻഡ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ബിറ്റ്കോയിൻ്റെ പ്രൈസും അതേ ഒരു രീതിയിലോട്ട് ട്രെൻഡ് എന്ന രീതിയിലോട്ട് ഡൗൺ എന്ന രീതിയിലാണ്, വലിയ വ്യത്യാസം വന്നിട്ടില്ല. പക്ഷേ ഗോൾഡിൻ്റെ പ്രൈസ് അടുത്തൊരാഴ്ച സൈഡ് വേസ് ആണെങ്കിൽ ബിറ്റ്കോയിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ പെട്ടെന്ന് വീണ്ടും വേണമെങ്കിൽ ഹൈയിലോട്ട് പോകാം. പക്ഷേ ഗോൾഡിൻ്റെ പ്രൈസ് ക്രാഷ് എന്ന രീതിയിലോട്ടാണ് ഇനി വീഴുകയാണെങ്കിൽ ബിറ്റ്കോയിൻ ആവട്ടെ ആൾട്ട് കോയിൻസ് ആവട്ടെ പ്രൈസ് വീണ്ടും ഡൗണിലോട്ട് പോകുന്നതായിരിക്കും. ഇനി എതീരിയത്തിൻ്റെ പ്രൈസ് ഏകദേശം 1,800 USD ആണ് നിൽക്കുന്നത്. ഞാൻ എതീരിയത്തിനെ കുറിച്ചൊരു വീഡിയോ തന്നെ സ്പെഷ്യലായിട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. 2,000 USD എത്തിയ ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലർക്കും ഒരു ആഗ്രഹം തോന്നും വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാകുക ഒരു വീഡിയോയിൽ, അതുകൊണ്ട് പോയിട്ട് വാച്ച് ചെയ്യുക. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏകദേശം ഒരു 50,000 USD അടുപ്പിച്ച് വരികയാണെങ്കിൽ ഉറപ്പായിട്ട് എതീരിയത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1000 USDക്കും താഴെ വരുന്നതായിരിക്കും. ഉറപ്പായിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ച് 1,800, 2,000 USDയിലൊക്കെ ഈ ഇൻവെസ്റ്റേഴ്സ് വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ അവർ 1000 USD എത്തുന്ന ടൈമും എതീരിയത്തിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% വരെ റിസ്ക് ആണ്. കാരണം ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആവുകയാണെങ്കിൽ ഈ 1,800 USD എന്നുള്ളത് നമ്മുടെ എതീരിയത്തിൻ്റെ പ്രൈസ് വീണ്ടും 1000-ന് താഴെ 800, 700 USD വരെ വേണമെങ്കിൽ വരാം. ഓക്കെ, അതാണ് അവിടുത്തെ റിസ്ക് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ലൈറ്റ് കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏറ്റവും ഡൗൺ എന്ന രീതിയിൽ 84 USD വരെ വന്നിട്ടുണ്ട്. നേരത്തെ ലൈറ്റ് കോയിൻ ഡൗൺ ആയ ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാം, ഒരു ലൈറ്റ് കോയിൻ അല്ലെങ്കിൽ പകുതി ലൈറ്റ് കോയിനെങ്കിലും ബൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 59-60 USD ഒക്കെ ഉണ്ടായിരുന്ന ടൈം. അതിനുശേഷം ലൈറ്റ് കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 146 USD വരെ പോയിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒരു 84 വന്നിട്ട് അതേ പ്രൈസ് റേഞ്ചിലാണ് ഇപ്പോഴത്തെ നമ്മുടെ ലൈറ്റ് കോയിൻ്റെ പ്രൈസ് നിൽക്കുന്നത്. വീണ്ടും മാർക്കറ്റ് ക്രാഷിലോട്ട് വരികയാണ്, 50 USD ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് കോയിൻ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് നമ്മുടെ BNB എന്ന് പറയുന്നത് ഏകദേശം നിങ്ങൾക്കൊരു 450, 400 വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവറേജ് ബൈ എന്ന രീതിയിലോട്ട് വേണമെങ്കിൽ BNB വേണമെങ്കിൽ കുറച്ചായിട്ട് വേണമെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ്. പക്ഷേ BNBയുടെ ഒരു കാലഘട്ടം കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ BNBയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ടൈം എൻ്റെ ഒരു അഭിപ്രായത്തിൽ കഴിഞ്ഞു. കാരണം ഒരു 25 USDയിലൊക്കെ ഞാൻ BNB വന്നിട്ട് ഒരു BNB 25 USDയിലൊക്കെ വന്നിട്ട് ബൈ ചെയ്യാൻ പറഞ്ഞ ടൈം ഉണ്ടായിരുന്നു. അതിനുശേഷം BNBയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 750 USD ഒക്കെ പോയിട്ടുണ്ട്. പലർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്ന പ്രോജക്റ്റ് കൂടിയാണ്. ഇനി BNB എന്ന് പറയുന്നത് നമ്മുടെ ബൈനാൻസ് എക്സ്ചേഞ്ച് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എയർ ഡ്രോപ്പ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക് മാത്രമേ യൂസ് ഉള്ളൂ. പക്ഷേ ട്രേഡേഴ്സിനാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ല രീതിയിൽ സ്കാൽപ്പ് ചെയ്യാനുള്ള വോളിയം ഉറപ്പായിട്ടും BNBക്കകത്ത് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ BNBക്കകത്ത് ട്രേഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി അടുത്ത് സൊളാന 121 USD ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, സൊളാനയ്ക്കകത്ത് വന്നിട്ട് ബൈ ചെയ്യാമോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പകുതി സൊളാനയൊക്കെ വേണമെങ്കിൽ ബൈ ചെയ്ത് വെക്കാമായിരുന്നു. സൊളാന ബൈ ചെയ്യാനുള്ള ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10 USDക്ക് താഴെ വരുന്ന ടൈം നിങ്ങൾക്ക് വേണമെങ്കിൽ 8 USD, 9 USD ഒക്കെ ഉണ്ടായിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു സൊളാന. ആ ഒരു ടൈം ബൈ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ഏകദേശം കണ്ടോ 295 USD വരെ നമ്മുടെ സൊളാന പോയിട്ടുണ്ടായിരുന്നു. വീണ്ടും ഡൗൺ ട്രെൻഡിലോട്ടാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പകുതി സൊളാന വേണമെങ്കിൽ ബൈ ചെയ്യാം. പക്ഷേ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ക്രാഷിലോട്ട് പോവുകയാണെങ്കിൽ ഒരു സൊളാനയുടെ പ്രൈസ് 50 to 60 USD വരെ വേണമെങ്കിൽ വീഴാം. ഓക്കെ, അതാണ് അവിടുത്തെ റിസ്ക് എന്ന് പറയുന്നത്. ഇനി അടുത്ത് CET ക്രാഷ് ആയ ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 0.050, 0.055 വന്നിട്ട് ബൈ എടുക്കാൻ വേണ്ടിയിട്ട്. വീണ്ടും അത് അപ് ട്രെൻഡ് എന്ന രീതിയിലോട്ട് ചേഞ്ച് ആയിട്ടുണ്ട് നമ്മുടെ CoinEx. CET ആണ് നമുക്ക് ആദ്യം പ്രോഫിറ്റ് വന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് CET വീണ്ടും ബൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് ആവറേജ് ബൈ സ്റ്റാർട്ട് ചെയ്യാം. XRP ഒക്കെ ബൈ ചെയ്യേണ്ട പോയിന്റ് കഴിഞ്ഞു. ഞാൻ 5 USD വരെ സെൽ ടാർഗറ്റ് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റാണ് XRP എന്ന് പറയുന്നത്.
XRP ഒക്കെ പലർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്ന പ്രോജക്റ്റാണ്. ഇനി ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയ ഹൈയിലോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് XRPയുടെ പ്രൈസ് പുതിയ ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ കാർഡിനോയും 0.40 ബൈ എടുക്കാൻ വേണ്ടി പറയുകയാണ്. കാർഡിനോയുടെ പ്രൈസ് $1.30 വരെ വന്നിട്ട് വീണ്ടും 0.65 USD ആണ് നിൽക്കുന്നത്. ഇവിടെ ബൈ ചെയ്താലുള്ള റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ക്രാഷ് ആവുകയാണെങ്കിൽ വീണ്ടും 0.60 അടുപ്പിച്ച് മാർക്കറ്റ് പോകുന്നതായിരിക്കും. എന്നാൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പ്രോഫിറ്റ് പലർക്കും വന്നിട്ടുള്ള പ്രോജക്റ്റാണ് EOS എന്ന് പറഞ്ഞാൽ. EOS 0.50 0.48 പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാർക്കറ്റ് റിവേഴ്സ് എന്ന രീതിയിലോട്ട് ഹൈ എന്ന രീതിയിലോട്ട് 0.86 വരെ പോയിട്ട് ഇപ്പോൾ 0.77 ആണ് നിൽക്കുന്നത്. അതുകൊണ്ട് ബൈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ആവറേജ് ബൈ മാത്രം ഫോക്കസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ട്രോണ് ഡൗൺ എന്ന രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ട്രോണൊക്കെ 0.06 ഞാൻ ബൈ എടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. 0.45 വരെ പോയിട്ടുണ്ട്. ഏകദേശം $1 വരെ സെൽ ടാർഗറ്റ്. $1 സെൽ ടാർഗറ്റ് പറഞ്ഞിട്ടുള്ളത് ഡോജി കോയിനും ട്രോണുമാണ്. പക്ഷേ രണ്ടും പോയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിട്ടില്ല. പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ പ്രോഫിറ്റ് രണ്ട് പ്രോജക്റ്റിലും വന്നിട്ടുണ്ട്. ഡോജിയൊക്കെ 0.16 ആണ്. ഞാൻ 0.20 ആയിരുന്ന ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.16 നിങ്ങൾ ബൈ ചെയ്താലും അടുത്ത ആവറേജ് ബൈ എന്ന് പറഞ്ഞാൽ 0.08 അല്ലെങ്കിൽ 0.06 ബൈ ചെയ്യുന്നതായിരിക്കും ഡോജി കുറച്ചുകൂടി സേഫ്. ഓക്കെ, ഈ ഒരു പോയിന്റിൽ ബൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ചെയ്യാം. താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാം. ബിഗിനർ വന്നിട്ട് ബൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് കൂടുതലാണ്. നേരത്തെ ബൈ ചെയ്ത് പലതവണ റിപ്പീറ്റ് ചെയ്ത് പ്രോഫിറ്റ് വന്നവർക്കാണെങ്കിൽ പ്രശ്നമില്ല. അതുകൊണ്ട് താല്പര്യമുള്ളവർ ട്രൈ ചെയ്യുക. ഇനി അടുത്ത് ഡോട്ട് $4 വന്നിട്ടുണ്ട്. ഓക്കെ, ഡോട്ടൊക്കെ നമുക്ക് നേരത്തെ നല്ല രീതിയിൽ പ്രോഫിറ്റ് തന്ന പ്രോജക്റ്റാണ്. ഡോട്ടൊക്കെ നമ്മൾ നേരത്തെ $3.5 ബൈ ചെയ്തതാണ്. അതിനുശേഷം ഏകദേശം $11 പോയിട്ട് വീണ്ടും $4. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു $40 വരെ നിങ്ങൾക്ക് ലോങ് ടൈം എന്ന രീതിയിൽ വേണമെങ്കിൽ മാർക്കറ്റ് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് പലതവണ റിപ്പീറ്റ് ചെയ്ത് പ്രോഫിറ്റ് വന്നതാണ്. നേരത്തെ നമുക്ക് 2023 ഒക്ടോബറിൽ ഏകദേശം $3.5 വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം $11 പോയി. അടുത്ത് വീണ്ടും ഏകദേശം നമ്മുടെ 2024 ഒക്ടോബർ ആ ഒരു ടൈം എന്ന് പറയുന്ന ഡോട്ട് വീണ്ടും $3 $4 വന്നിട്ടുണ്ട്. വീണ്ടും $11 പോയി. അതേപോലെ വീണ്ടും മൂന്നാമത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ലോങ് ടൈം താല്പര്യമുള്ളവർക്കാണെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. MXC ടോക്കൺ $2.86 ആണ്. താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാം. പക്ഷേ MXC ഒക്കെ ബൈ ചെയ്യേണ്ട ഒരു ടൈം ഉണ്ടായിരുന്നു. അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 0.80 $1 താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത് സിലിക്ക ബാറ്റ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ പ്രൈസിൽ വേണമെങ്കിൽ ലോങ് ടൈം താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. സിലിക്കയും ബാറ്റും. ഓക്കെ, അടുത്ത് യൂണിസാപ്പിൻ്റെ ടോക്കൺ ഏകദേശം $5.90 ആണ്. നിങ്ങൾക്ക് ലോങ് ടൈം താല്പര്യമുള്ളവരാണെങ്കിൽ ബൈ ചെയ്ത് വെക്കാവുന്നതാണ്. ഞാൻ നേരത്തെ ഏകദേശം $4 ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ ടൈം എന്ന് പറയുന്നത് 2024 ഓഗസ്റ്റിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഏകദേശം $19 വരെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഡൗണിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് യൂണിസാപ്പ് വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ്. എതീരിയം ക്ലാസിക്ക് $16 ആണ്. ഞാൻ മുമ്പും പറയുന്നതാണ്, എതീരിയം ക്ലാസിക്ക് ഒരു പകുതി എതീരിയം ക്ലാസിക്കെങ്കിലും ബിഗിനർ ആണെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. ഏകദേശം നേരത്തെ $15 ഞാൻ ബൈ പറഞ്ഞിട്ട് 15, 16, $17 നിങ്ങൾക്ക് ബൈ എടുക്കാൻ വേണ്ടി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം അതിനുശേഷം മാർക്കറ്റ് എന്ന് പറയുന്നത് 2024 ഓഗസ്റ്റിൽ നിന്ന് ഏകദേശം ഡിസംബർ 2024 ആയപ്പോഴത്തേക്ക് $42 വരെ എതീരിയം ക്ലാസിക്ക് പോയിട്ടുണ്ട്. വീണ്ടും $16 എന്ന റേഞ്ചിലോട്ട് ഡൗൺ എന്ന രീതിയിലോട്ടാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ലോങ് ടൈം ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ലിങ്ക് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. $8 $7 ഒക്കെ വരികയാണെങ്കിൽ ഒരു 2-3 ലിങ്കൊക്കെ നിങ്ങൾക്ക് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാം. ലിങ്കിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് വോളിയം നല്ല രീതിയിൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്കാൽപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും ലിങ്കിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. അതുകൊണ്ട് സ്കാൽപ്പ് ചെയ്യാൻ ബെസ്റ്റ് ആണെന്ന് വെച്ചെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാർക്കറ്റ് നല്ല രീതിയിൽ വോളിയം ഉണ്ടായിരിക്കും. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അടുത്ത് ടോൺ എന്ന് പറയുന്ന പ്രോജക്റ്റ്. ടോൺ ഞാൻ ടെലിഗ്രാമിൻ്റെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോൺ മാർച്ച് 12 ഏകദേശം $2.5 വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു $2, $2.5, $3 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബൈ ചെയ്യാമെന്ന്. മാർക്കറ്റ് ഏകദേശം ഏപ്രിൽ 1-ാം തീയതി $4.13 വരെ ടോൺ പോയിട്ടുണ്ട്. ടോൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡൗൺ ആവുകയാണെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വയ്ക്കാം. ഹെബ്ബാർ ഞാൻ പറഞ്ഞിട്ടുണ്ട് 0.20 നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ് ടൈം താല്പര്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ ആവറേജ് ബൈ ചെയ്യാം. പക്ഷേ റിസ്ക് എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ മാർക്കറ്റ് ക്രാഷ് വരികയാണെങ്കിൽ $0.08 $0.07 150% വരെ ഡൗണിലോട്ട് വേണമെങ്കിൽ മാർക്കറ്റ് പോകാം.
അടുത്ത് സി ആർ എന്ന് പറയുന്ന പ്രോജക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 0.07, പക്ഷേ 0.011 എന്ന രീതിയിലോട്ട് ട്രംപിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വന്നപ്പോഴത്തേക്കും പെട്ടെന്നൊരു പെർസെൻറ്റേജ് ഹൈ എന്ന രീതിയിലോട്ട് CRO പോയിട്ടുണ്ട്. CRO എന്ന് പറയുന്ന പ്രോജക്റ്റ് നിങ്ങൾക്ക് ലോങ് ടൈം താല്പര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അടുത്ത പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ആർബിട്രോക്ക് നിങ്ങൾക്ക് ബൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാം. 0.31 ആണ്. ഓക്കെ, അൽഗോ ബൈ ചെയ്യാം. അടുത്ത് ഫാൻഡം. ഓക്കെ, ഇപ്പോഴത്തെ സോണിക് എന്ന് പറയുന്നത് 0.50 ആണ്. 0.4044 ഒക്കെ വന്ന ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആവറേജ് ബൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ്. അടുത്ത് കൂക്കോയിൻ ഷെയർ എന്ന് പറഞ്ഞാൽ KCS എന്ന് പറഞ്ഞാൽ $10 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. അടുത്ത റിസർവ് റൈറ്റ്സ് 0.007 ആണ്. മിക്ക പ്രോജക്റ്റ് നിങ്ങൾക്ക് ആവറേജ് ബൈ എന്ന രീതിയിൽ വേണമെങ്കിൽ ബൈ ചെയ്യാം. റിസ്ക് വളരെ കുറവാണ്. ഇപ്പം കണ്ട കേക്ക് 1.82 വന്നിട്ടുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ലോങ് ടൈം എന്ന രീതിയിൽ വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാം. ഓക്കെ, കേക്കൊക്കെ നമുക്ക് പലതവണ റിപ്പീറ്റ് ചെയ്ത് പ്രോഫിറ്റ് വന്നതാണ്. മാറ്റിക് 0.19 ആണ്. നമ്മുടെ മാറ്റിക് എന്ന് പറയുന്നത് ഡീലിസ്റ്റ് ആയ ടൈം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈനാൻസ് എക്സ്ചേഞ്ചിൽ. ഇനി ഹൈ ആവുന്നത് റിസ്ക് വളരെ കൂടുതലാണ്. ഓക്കെ, ഇനി ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് റിസ്ക് വളരെ കൂടുതലാണ്. കാരണം ബൈനാൻസ് എക്സ്ചേഞ്ചിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ഡീലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വോളിയം, അതിൻ്റെ ഒരു ട്രസ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അത് നെഗറ്റീവ് എന്ന രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് അത് വീണ്ടും ഹൈയിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അയോട്ട 0.20 0.16 ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ് ടൈം താല്പര്യം ഉണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അയോട്ട മിക്ക പ്രോജക്റ്റ് ഡൗൺ തന്നെയാണ്. ഏകദേശം നിങ്ങൾക്ക് ഇനി അടുത്ത് വെർജ് എന്ന് പറയുന്ന പ്രോജക്റ്റ്, വെർജ് നമ്മുടെ SVG ഏകദേശം 0.0042 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ് ടൈമിന് വേണമെങ്കിൽ ആവറേജ് ബൈ ഒക്കെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. സെം എന്ന് പറയുന്ന പ്രോജക്റ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോ ഡിജിബൈറ്റ് സെം ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും പല എക്സ്ചേഞ്ചിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത് ETHW $1.29 ആണ്. പക്ഷേ ഇത് റിസ്ക് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ETHWൻ്റെ അകത്ത് കുറച്ച് റിസ്ക് ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ എതീരിയം പ്രൈസ് ക്രാഷ് ആവുന്നതനുസരിച്ച് നമ്മുടെ ETHWൻ്റെ പ്രൈസ് നല്ല രീതിയിൽ ക്രാഷ് ആവാൻ സാധ്യതയുണ്ട്. ഒരു 10 ETHW എങ്കിലും താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയും മാത്രമാണ് ഉള്ളത്. ഇനി അടുത്ത് നമ്മുടെ ബിറ്റ്ഗെറ്റ് ടോക്കൺ $4.5 തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ബിറ്റ്കോയിൻ ഗോൾഡിൻ്റെ പ്രൈസ് നോക്കുക, $1.11. ഓക്കെ, ബിറ്റ്കോയിൻ ഗോൾഡ് കണ്ടോ, അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഭയാനകരമാണ്. ഞാൻ അതിൻ്റെ അകത്തുള്ള റിസ്ക് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിറ്റ്കോയിൻ ക്യാഷുമായി കമ്പയർ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ തന്നെ ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ബിറ്റ്കോയിൻ ഗോൾഡിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന റിസ്ക് ആണോ നല്ലതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ റിസ്ക് വളരെ കൂടുതലാണ്. ഓക്കെ, റിസ്ക് വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ബൈനാൻസ് ചെയ്യുന്ന ഡീലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് പാടാണ് ആ പ്രോജക്റ്റ്. അതുകൊണ്ട് ബൈനാൻസ് ഡീലിസ്റ്റ് ചെയ്യുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും അതിൻ്റെ പുറകെ പോവാതിരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത്. ഇനി ഡിജിബൈറ്റ് എന്ന് പറയുന്ന പ്രോജക്റ്റ് 0.0097 ആണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. 0.005 വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ ബൈ ചെയ്യാം. ഡാഷ് എന്ന് പറയുന്നത് ഏകദേശം $10 വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബൈ ചെയ്യാവുന്നതാണ്. ഇത്രയും മാത്രമാണ്. കൂടുതൽ പ്രോജക്റ്റ്, പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോജക്റ്റ് എന്തെങ്കിലും നല്ലതുണ്ടോ എന്ന് കേട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് സ്പെഷ്യലായിട്ടൊക്കെ വീഡിയോ ഇനി വരുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഹുബായ് ടോക്കണിൻ്റെ HTX ടോക്കൺ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിങ് ഞാൻ ലോങ് ടൈം എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാം. ASCENDX എക്സ്ചേഞ്ചിൻ്റെ ASD ടോക്കൺ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. ASD ടോക്കണൊക്കെ നല്ല രീതിയിൽ ഡൗൺ എന്ന രീതിയിലോട്ട് ചേഞ്ച് ആയിട്ടുണ്ട് പ്രൈസ്. ഏകദേശം ASDയുടെ പ്രൈസ് എനിക്ക് തോന്നുന്നു 2 സംതിങ് എന്തോണം വരുന്നത് 0.0265 ആണ്. 0.05 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.04 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോങ് ടൈം താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ആവറേജ് ബൈ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ പൈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഡൗൺ എന്ന രീതിയിലാണ് മാർക്കറ്റ് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഏകദേശം ഡൗൺ എന്ന രീതിയിൽ ഒരു 0.66 വന്നിട്ട് മാർക്കറ്റ് ഹൈ എന്ന രീതിയിലോട്ട് $2.75 വന്നു. എന്നിട്ട് കണ്ടോ, മാർക്കറ്റ് മൊത്തം ക്രാഷ് എന്ന രീതിയിലോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഓവറായിട്ട് സെല്ലുണ്ടായിരിക്കും. അതുമാത്രമല്ല, എന്തെങ്കിലും ഹൈപ്പ് മാർക്കറ്റിൽ വന്നാൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ. അതുമാത്രമല്ല, മാർക്കറ്റ് ക്യാപ്പിൻ്റെ വോളിയം വളരെ വളരെ കുറവെന്ന രീതിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നെഗറ്റീവായിട്ടുള്ളൊരു സൈനാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട്
റിസ്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ റിസ്ക് കൂടുതലാണ്. ഇതിനെക്കുറിച്ച് 2 വീഡിയോ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോ പോയിട്ട് വാച്ച് ചെയ്യുക.